രാത്രി ഡിന്നർ കഴിഞ്ഞാൽ നമ്മൾ പലരുടെയും റൂട്ടീൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സോഫയിൽ ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ TV കാണും, അതുമല്ലെങ്കിൽ ഒന്ന് പോയി കിടന്നുറങ്ങും, അല്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ വെറുതെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ദഹന പ്രക്രിയയെ ദോഷകരമായി ബാധിച്ചേക്കാം. പക്ഷെ ഒരു ചെറിയ മാറ്റം വലിയ ഗുണം ചെയ്യും. അത്താഴത്തിന് ശേഷം ഒരു 10 മിനിറ്റ് നടന്നാൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ല മാറ്റം ലഭിക്കും. അതിൻ്റെ 3 പ്രധാന കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം, അത്താഴത്തിന് ശേഷം നടക്കുമ്പോൾ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതായത് ഭക്ഷണം സ്റ്റൊമക്കിൽ നിന്ന് വേഗത്തിൽ മുന്നോട്ട് നീങ്ങും. അതുകൊണ്ട് തന്നെ ബ്ലോട്ടിംഗ്, ആസിഡ് റിഫ്ലക്സ്, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാരണം, ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗർ സ്പൈക്സ് കുറയ്ക്കാൻ നടത്തം സഹായിക്കും. വെറും 10 മിനിറ്റ് നടന്നാലും ഇരിക്കുന്നതിനേക്കാളും ഗ്ലൂക്കോസ് ലെവൽ മികച്ച രീതിയിൽ നിയന്ത്രിക്കപ്പെടുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. മൂന്നാമത്തെ കാരണം, നല്ല ഗട്ട് ഹെൽത്ത് നിലനിർത്താൻ ഏറ്റവും എളുപ്പവും പലരും അവഗണിക്കുന്നതുമായിട്ടുള്ള ഒരു ഹെൽത്തി ഹാബിറ്റ് ആണ് ഇത് എന്നുള്ളതാണ്. ഇന്ന് പലരും ഡീടോക്സ് ജ്യൂസസും സപ്ലിമെന്റ്സും ഹെൽത്ത് പ്രോഗ്രാംസും ഒക്കെ ഒരുപാട് പണം ചെലവാക്കും. പക്ഷെ ഏറ്റവും നല്ല കാര്യം, അല്പനേരം നടക്കാൻ 1 രൂപ പോലും ചെലവില്ല എന്നതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഡിന്നറിന് ശേഷം 10 മിനിറ്റ് നടന്നു നോക്കൂ. ആ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും.